ഹലോ ഗൈസ്, വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ വിസ തട്ടിപ്പ് ഇതിപ്പം ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ റഷ്യയിലടക്കം ഈ ഏജന്റുമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുറേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഇവിടെ വന്നിറങ്ങിയിട്ട് വിസ തട്ടിപ്പ് ചെയ്യാൻ വേണ്ടി. ഇവിടെ മാത്രമല്ല, മറ്റു പല രാജ്യങ്ങളിലും ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇന്നലെ പിടിച്ച ഒരു ഫാമിലി കോടികളുടെ തട്ടിപ്പാണ് റഷ്യയിൽ നടത്തിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ വിസ, അതുപോലെ തന്നെ 3 മാസത്തെ ടൂറിസ്റ്റ് വിസ, ബിസിനസ് വിസ, അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സ് വിസ, അതുപോലെ തന്നെ 3 കൊല്ലത്തെ ഓപ്പൺ വിസ എന്നൊക്കെ പറഞ്ഞു തരുന്ന ഈ വിസയിലൊന്നും കയറി വരാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വിസയുടെ കാര്യത്തിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം. ഒരാൾക്കും നിങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പം ഇന്നലെ എന്നെ 2-3 ദിവസമായിട്ട് വിളിച്ച് സംസാരിച്ച ആൾക്കാരെല്ലാവരും പറയുന്നത്, ഇപ്പം ഏജൻസിക്കാരും മറ്റുള്ള ആൾക്കാരും പറയുന്നത് നിങ്ങൾ പേയ്മെൻറ്റ് തരേണ്ട, വിസ വന്നു കഴിഞ്ഞതിന് ശേഷം മതി, ആഫ്റ്റർ വിസ പേയ്മെൻറ്റ് എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ആദ്യം ഇവരോട് ചോദിക്കുക, നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുടെ വിസ അത് നമുക്കൊന്ന് എടുത്ത് അയച്ചു തരാൻ പറയും. അതുപോലെ തന്നെ ആ വിസയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ടെലിഫോൺ നമ്പർ, എന്ന് വെച്ചാൽ ഈ വിസയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണോ അവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന എല്ലാ സംഗതിയും നമുക്കുണ്ടോ, അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി നമുക്ക് ഒരേ വിളിച്ചന്വേഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കൊണ്ടുപോയിട്ടുള്ളത് വർക്കിംഗ് വിസയാണോ എന്ന് ചോദിക്കുക. വർക്കിംഗ് വിസ ആണെങ്കിൽ ആ വർക്കിംഗ് വിസ, ഇവർ കൊണ്ടുപോയിട്ടുള്ള വർക്കിംഗ് വിസയ്ക്കുന്ന ഒരു 3 ആൾക്കാരുടെ വിസയുടെ ഇത് നമുക്ക് ഡീറ്റെയിൽ എടുത്ത് അയച്ചു തരാൻ പറയാം. അതുപോലെ തന്നെ ആ വിസയിൽ തന്നെയുള്ള ആ 3 ആൾക്കാരുടെ ടെലിഫോൺ നമ്പർ. കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തണം. കാരണം ഇവിടെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടിട്ട് എന്താ പറയുക, അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്ന അവസ്ഥയാണ്. മനസ്സിലായോ? ഇല്ലീഗലൈസായിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് കിടപ്പുണ്ട്. ആരും ഒന്നും മിണ്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും പുറത്തറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടുകളും കൊണ്ടാണ് ഇവരൊന്നും മിണ്ടാത്തത്. പക്ഷെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മളെ പറ്റി, ഇവന്മാരൊന്നും സഹോദരങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഇതുപോലത്തെ കള്ളന്മാർ, പണിയെടുത്ത് തിന്നാത്ത നാറികൾ, ഇവന്മാർ ഈ കാണിക്കുന്ന തെണ്ടിത്തരം കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ട് പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഒരുപാട് വീഡിയോ കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. തട്ടിപ്പുകാരെ നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവരെ കാണിച്ചിട്ടുണ്ട്, ഇനിയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എടുത്തും മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ തട്ടിപ്പിച്ചൊന്നും പെടില്ല. നമ്മൾ പറ്റിക്കപ്പെടാൻ കാരണം അത് നമ്മൾ മാത്രമാണ്, അല്ലാതെ നമ്മളെ വേറെ ആർക്കും പറ്റിക്കാൻ പറ്റുകയില്ല.